ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഓണമെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ സെയിലിനായിട്ട് വീണ്ടും കുറച്ച് അഗ്ലോണിമ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ പ്രാവശ്യം നല്ല വില കുറച്ചിട്ടാണ് ഞാൻ ചെടികളൊക്കെ സെയിൽ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള അഗ്ലോണിമ പ്ലാന്റുകളാണ്. അതുപോലെ നമ്മൾ തൈ എടുത്ത് വളർത്തിയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണാം. സെയിലിനായിട്ടുള്ള ചെടികളെല്ലാം നമുക്കൊന്ന് കാണാം. ഈ കാണുന്ന അഗ്ലോണിമ അടിപൊളി കളറൊക്കെ വന്നിട്ടുള്ളൊരു അഗ്ലോണിമയാണിത്. അപ്പോൾ ഇതിൻ്റെ കുറേ സെയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൈ എടുത്ത് വലിയ വലിയ പ്ലാന്റുകളാക്കി എടുത്ത് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെടികളൊന്നും പെട്ടെന്ന് ചീത്തയായി പോവില്ല, പാഴിപ്പോവില്ല, അഴുകി പോകില്ല. നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്ലാന്റുകളൊക്കെ വാങ്ങുമ്പോൾ പെട്ടെന്നത് ചീഞ്ഞു പോകുന്നതായിട്ട് കാണാം. എൻ്റെ കയ്യിലും ഞാൻ വാങ്ങിയിട്ടുള്ള ചെടികൾ ഒരുപാട് ഇതുപോലെ ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതായി ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു അഗ്ലോണിമ 350 രൂപ തന്നെയാണ് അതിന് റേറ്റ് വരുന്നത്. അതിൻ്റെ ചെറിയ പ്ലാന്റാണ് ഇത് 280 രൂപയാണ്. എല്ലാം നല്ല കളർ വന്നിട്ടുള്ള പ്ലാന്റാണ്, അടിപൊളി പ്ലാന്റാണ്. ഈ കാണുന്നത് പീച്ച് സ്റ്റാർഡസ്റ്റാണ്, അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റിന് ഇത് 300 രൂപയാണ് അതിന് റേറ്റ് വരുന്നത്. നല്ല വിലയുള്ള നല്ല പ്ലാന്റുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകളാണ്. ഈ കാണുന്ന ഇത് ഒരു 5 മാനിയ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിന് പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു അഗ്ലോണിമയ്ക്ക് വില വരുന്നത് 200 രൂപയാണ്. അത് നല്ല അടിപൊളി പ്ലാന്റാണ്, നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ കുറച്ച് തൈകളെ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളു. അപ്പോൾ വേണമെന്നുള്ളവർ ആദ്യം ചോദിക്കുന്നവർക്ക് നല്ല പ്ലാന്റുകൾ കിട്ടുന്നത്. ഈ കാണുന്നത് അഗ്ലോണിമയുടെ 10 ക്യാരറ്റ് എന്ന പേരിലറിയപ്പെടുന്ന അടിപൊളി പ്ലാന്റാണ്. നല്ല കളർ ചേഞ്ചുള്ളൊരു പ്ലാന്റാണ്. ഇതിന് വില വരുന്നത് 350 രൂപ തന്നെയാണ്. അപ്പോൾ ഇത് വലിയ പ്ലാന്റാണ്, വലിയ മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ അതിനാണ് 350 രൂപ. ഈ കാണുന്നതൊക്കെ 280 രൂപയാണ്. ഇതിന് നല്ല കളർ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇത് അഗ്ലോണിമയുടെ ചെറിയ പ്ലാന്റാണ്. ഇതിന് 280 രൂപയാണ്. അടിപൊളി പ്ലാന്റാണ്. ഈ കാണുന്ന ഒരു പ്ലാന്റ് ബോക്സർ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്, അതായത് അഗ്ലോണിമയുടെ. അപ്പോൾ അതിന് വില വരുന്നത് 200 രൂപയാണ്. ഈ കാണുന്നത് റെഡ് എമറാൾഡ് എന്ന പേരിലറിയപ്പെടുന്ന ഒരു അഗ്ലോണിമയാണ്. അപ്പോൾ അതിന് വില വരുന്നത് 250 രൂപയാണ്. ഈ കാണുന്നത് പിങ്ക് പ്രിൻസസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് വില വരുന്നത് 90 രൂപയാണ്. നല്ല കളർ ചേഞ്ചൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഈ കാണുന്നത് ഫിലോഡൻഡ്രൻ ബെർക്കിൻ എന്ന പേരിലറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതിന് വില വരുന്നത് 100 രൂപയാണ്. ഇപ്പം നേരത്തെ കാണിച്ചിട്ടുള്ള ബട്ടർഫ്ലൈ അതിനെല്ലാം 25 രൂപയാണ് അതിന് വില വരുന്നത്. ഈ കാണുന്ന സിങ്കോണിയം പ്ലാന്റ് വലിയ പ്ലാന്റാണ്. അപ്പോൾ ഇതിന് വില വരുന്നത് 180 രൂപയാണ്. വലിയ പ്ലാന്റാണ്, അടിപൊളി പ്ലാന്റാണ്. ഈ കാണുന്ന സിങ്കോണിയം പിങ്ക്, അപ്പോൾ ഇതിന് വില വരുന്നത് 20 രൂപയാണ്. നല്ല അടിപൊളി പ്ലാന്റാണ്. ഒരു പ്ലാന്റിന് 20 രൂപയാണ്. ഇത് അഗ്ലോണിമ ഹെങ് എന്ന പേരിലറിയപ്പെടുന്നൊരു പ്ലാന്റാണ്. ഇതിന് 250 രൂപയാണ് റേറ്റ് വരുന്നത്. വലിയ ലീഫൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. ഇതിന് 250 രൂപയാണ് ഇതിന് വില വരുന്നത്. ഈ കാണുന്നത് ഫയർ പ്ലാന്റ്, അപ്പോൾ ഇതിന് വില വരുന്നത് 50 രൂപയാണ്. വലിയ പ്ലാന്റാണ്. അതിന് വില വരുന്നത് 50 രൂപയാണ്. ഈ കാണുന്നത് പെപ്പറോമിയുടെ ഒരു വെറൈറ്റിയാണ്, വാട്ടർമെലൺ പെപ്പറോമിയ എന്ന് പറയും. ഇതിന് വില വരുന്നത് 100 രൂപയാണ്. അതുപോലെ ഇതും അതിലൊരു വെറൈറ്റി ആണ്. ഇതും പെപ്പറോമിയ തന്നെ, വാട്ടർമെലൺ എന്ന പേരിലറിയപ്പെടുന്നൊരു പെപ്പറോമിയാണ്. അതിനും വില വരുന്നത് 100 രൂപ. ഇത് ബിഗോണിയയുടെ ഒരു പ്ലാന്റാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല ഒരു 3-4 തൈകളൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. അതിന് വില വരുന്നത് 50 രൂപ. അതിന് 100 രൂപയാണ്. ഈ കാണുന്ന പ്ലാന്റിന് ഇതൊരു സിൽവർ കളറാണ്. അതിന് വില വരുന്നത് 40 രൂപയാണ്. അതുപോലെ തന്നെ ഇത് 50 രൂപയാണ്. ഈ കാണുന്ന ബിഗോണിയയ്ക്ക് 50 രൂപയാണ്. ഇതിന് 2-3 ഷൂട്ടൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ കാണുന്നത് 40 രൂപയാണ്. ഇതിന് വില വരുന്നത് 40 രൂപ. ഈ കാണുന്ന ബിഗോണിയ അടിപൊളി പ്ലാന്റാണ്, നല്ല സൂപ്പർ പ്ലാന്റാണ്. ഇതിന് വില വരുന്നത് 120 രൂപയാണ്. വലിയ പ്ലാന്റ് ആവുന്നതാണ്, വലിയ ലീഫൊക്കെ ആവുന്നതാണ്, അടിപൊളി പ്ലാന്റാണ്. അതിന് 120 രൂപയാണ്. 2-3 ഷൂട്ടൊക്കെ ഉള്ളൊരു പ്ലാന്റാണിത്. ഇതും ബിഗോണിയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിന് 3-4 ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റാണ്. അതിന് വില വരുന്നത് 100 രൂപയാണ്. നല്ല വെറൈറ്റിയാണ്. ഇതിൻ്റെ മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. അത് ഒരേ പ്ലാന്റാണ്. അതിൻ്റെ ചെറിയ തൈയാണത്. ഇത് വലുത്. ഇത് 200 രൂപയാണ്. വലിയ പ്ലാന്റാണ്. ഇതിന് 4-5 ഷൂട്ട് വരെ ഇതിനുള്ളതാണ്.
വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ബിഗോണിയൊക്കെ വാങ്ങുമ്പോൾ ഒറ്റ ഷൂട്ടാണ് അവർ 100 രൂപ 80 രൂപയൊക്കെ ഈടാക്കുന്നത്. ഇത് 3-4 ഷൂട്ടുള്ളതാണ്. അതിന് 200 രൂപയാണ്. അതിന് വലിയ പ്ലാന്റാണ് 200 രൂപയാണ് അതിന് വില. നല്ല വെറൈറ്റിയാണ്. ഈ കാണുന്നത് ജയ്പോങ് റെഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതിന് വില വരുന്നത് 300 രൂപയാണ്. നല്ല അടിപൊളി പ്ലാന്റാണ്. വലിയ ലീഫൊക്കെ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ കുറേ സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. വലിയ ലീഫൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതിന് 300 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഈ കാണുന്നത് 10 ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതിന് വില വരുന്നത് 300 രൂപയാണ്. വലിയ പ്ലാന്റാണ്, എന്നാലും മദർ പ്ലാന്റ് അത്രയും വലുതല്ല, അതിൽ ചെറുതാണ്. അതിന് 300 രൂപയാണ്. ഈ കാണുന്നത് ഇപ്പോൾ പോയത് അത് ചെറിയൊരു പ്ലാന്റിന് 30 രൂപയാണ് വില വരുന്നത്. ഈ കാണുന്ന അഗ്ലോണിമ ഇതിന് 200 രൂപയാണ് വില വരുന്നത്. നല്ലൊരു പ്ലാന്റാണ്, വലിയ ലീഫൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ നിന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ. അപ്പോൾ പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല വെറൈറ്റി പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തൈകളാണ്. പെട്ടെന്ന് ചീഞ്ഞു പോവേ അങ്ങനെ ഉള്ള രോഗങ്ങളൊന്നും വരാത്ത നമ്മളെ വെറും മണ്ണിൽ നട്ട് പിടിപ്പിച്ചിട്ടുള്ളൊരു പ്ലാന്റുകളാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജിലൂടെ അറിയിക്കാം. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.